പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണത്തിന് മോദിയുടെ അഭ്യർത്ഥന. കോവിഡ് കാലത്തെ പോലെ സ്വയം നിയന്ത്രണം വേണം. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നതിൽ പരമാവധി നിയന്ത്രണം വേണം. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നും നിർദ്ദേശം. രാജ്യത്തിന്റെ വിദേശ നാണ്യം സംരക്ഷിക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ 900 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു അഭ്യർത്ഥന. നോബിൾ മാരിക്കാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, ഒരു കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ ഉള്ള നിയന്ത്രണങ്ങൾ വേണമെന്നാണ് മോദിയുടെ അഭ്യർത്ഥന, അല്ലേ? ആര്യ, പശ്ചിമേഷ്യൻ സംഘർഷം വലിയ തരത്തിൽ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. കാരണം പെട്രോളിനും ഡീസലിനും ഒപ്പം വാണിജ്യ LPGക്കും ഒക്കെ വില കൂടുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എന്താണെങ്കിലും ജനങ്ങളോട് നേരിട്ടൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. അഭ്യർത്ഥനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് കർശന നിയന്ത്രണങ്ങൾ വേണമെന്നൊരു അഭ്യർത്ഥനയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഇതുപോലെ സ്വയം നിയന്ത്രണം വേണം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നതിൽ പരമാവധി നിയന്ത്രണം വേണം എന്നാണ് വ്യക്തമാക്കുന്നത്. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണം. വിദേശ യാത്രകൾ മാറ്റിവെച്ച് വിദേശ നാണ്യശേഖരം സംരക്ഷിക്കണം. ഒപ്പം കാർപൂളിംഗ് അടക്കം നടപ്പാക്കണം. ഇന്ധന ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കണം. അതായത് പ്രതിസന്ധിക്കിടെ ഇറക്കുന്ന ഇന്ധനത്തിന്റെ ആശ്രയം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. അത് ദേശീയ ആവശ്യകതയാണ് എന്ന് മോദി വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യം സംരക്ഷിക്കുന്നത് സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി ഒഴിവാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തെലങ്കാനയിലെ സെക്കന്ദരാബാദിലാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു അഭ്യർത്ഥന എന്താണെങ്കിലും നടത്തുകയും ചെയ്തിരിക്കുന്നത്. പലയിടത്തും പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം, കപ്പൽ നീക്കം ഇപ്പോഴും പൂർണ്ണമായും സാധാരണയിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ട്. പല ഇന്ത്യൻ കപ്പലുകൾക്കും ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ വലിയ ഇന്ധന പ്രതിസന്ധി രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പൗരന്മാർ സ്വയം ഒരു നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഇന്ധനം, പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്നത് പരമാവധി നിയന്ത്രിക്കണം എന്ന് മോദി വ്യക്തമാക്കുന്നത്. തുടരുന്ന ഇന്ധന പ്രതിസന്ധിക്ക് ഒരു ചെറിയ പരിഹാരമെങ്കിലും ഇതുവഴി ഉണ്ടാകും എന്ന വിലയിരുത്തൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഇങ്ങനെ അഭ്യർത്ഥന വന്നിരിക്കുന്നത് എന്ന് വേണം നോബിൾ. അതാണ് ശ്രദ്ധേയം. ഈ പശ്ചിമേഷ്യൻ സംഘർഷം സമസ്ത മേഖലയിൽ എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് സാധാരണക്കാരെ എല്ലാം കൂടുതലായി ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പാചകവാതക പ്രതിസന്ധിയുണ്ട്, ഇന്ധന പ്രതിസന്ധിയുണ്ട്. ഇന്ധനവിലയും പാചകവാതകത്തിന്റെ വിലയും ഒക്കെ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ മെയ് 15 ശേഷം വില കൂടാൻ പോവുകയാണ്. ഗാർഹിക സിലിണ്ടറിന്റെ അടക്കം വില വർദ്ധിക്കാൻ പോകുന്ന സാഹചര്യം. പക്ഷേ ഇതിനു മുൻപ് വരെ പെട്രോളിയം മന്ത്രാലയം പറഞ്ഞ കാര്യം നമുക്കറിയാം. രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇന്ധന പ്രതിസന്ധി അടക്കം ഇല്ല എന്നുള്ളത്. പക്ഷേ അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ള സൂചന കൂടിയാണോ മോദിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്, നോബിൾ? അത്തരത്തിൽ പ്രതിസന്ധി രാജ്യത്ത് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വിലവർധന അടക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏർപ്പെടുത്തണം, അതായത് സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രതിസന്ധിയെ അതിജീവിക്കുക എന്താണ് പ്രധാനമന്ത്രി ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇന്ധന ദൗർബല്യം അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹോർമൂസ് വഴി ടാങ്കറുകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് എണ്ണക്കപ്പലുകൾക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത പശ്ചാത്തലം. മറിച്ച് പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ, റഷ്യ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പ്രധാനമായും ഇന്ത്യക്ക് ഈ പറഞ്ഞ LPG അല്ലെങ്കിൽ മറ്റ് ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഇന്ധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അത് കടന്നെത്തണമെങ്കിൽ ഹോർമൂസ് കടലിൽ കടക്കുകയും വേണം. അവിടെ പ്രതിസന്ധികൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രതിസന്ധി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ തുടരുന്ന ഈ സംഘർഷവും ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും കുറച്ചുനാൾ കൂടി നീണ്ടു നിൽക്കേക്കാം. പക്ഷെ അങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇപ്പറഞ്ഞ നിയന്ത്രണം ഇല്ലാതെ ജനം ഡീസലും പെട്രോളും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം എന്നൊരു അഭ്യർത്ഥന പ്രധാനമന്ത്രി നേരിട്ട് ജനങ്ങളോട് നടത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ ഒരു സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മോദി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്താണ് ശ്രദ്ധേയം. എന്താണെങ്കിലും പ്രധാനമന്ത്രി ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥന നിലവിൽ തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ, പ്രത്യേകിച്ച് ഇന്ധന മേഖലയിൽ, ഊർജ്ജ മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കാൻ ഇപ്പോഴേ ഒരു സ്വയം നിയന്ത്രണം വേണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഒരു കോവിഡ് കാലത്ത് ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണോ പാലിച്ചിരുന്നത്, സമാനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. നോബിൾ മാരിക്കാരൻ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.